ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മസാല ഷവായിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനുവേണ്ടി ചിക്കൻ നല്ല വലിയ കഷ്ണങ്ങളായിട്ട് വേണം. എൻ്റെ ഇതിലും വലിയ കഷ്ണങ്ങളായിരുന്നു, ഞാനത് മുറിച്ച് ചെറുതായിട്ടെടുത്ത്. എന്നാലും വലിയ കഷ്ണം വേണം. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ അതിലോട്ടുള്ള മസാല റെഡിയാക്കുക. ഇഞ്ചി വെളുത്തുള്ളി അത്യാവശ്യം തോനെ വേണം. പിന്നെ മല്ലിയില, പിന്നെ സവാള ഒരു 2 എണ്ണം, തക്കാളി ഒരെണ്ണം, പിന്നെ മുഴുവൻ മുളകാണ് വേണ്ടത്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മുളക് പൊടി എടുത്ത്. ഇതെല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് ഉപ്പുമായിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടെ ചിക്കൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം. നിങ്ങളെല്ലാം ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചിക്കൻ്റെ അകത്തോട്ട് ചേർത്ത് പിടിപ്പിക്കാൻ. അല്ലെങ്കിൽ കൈയെല്ലാം നന്നായിട്ട് എരിയും, ഭയങ്കര എരിവായിരിക്കുമല്ലോ. അതിൽ മസാലയെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഒരു കവറൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും വയ്ക്കണം. അതുകൊണ്ട് ഞാനിത് രാത്രി തന്നെ മസാല തേച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കുക രാവിലത്തേക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് പിന്നെ എടുത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മളിത് എടുക്കുക. അപ്പോൾ മസാലയൊക്കെ പിടിച്ചിരിക്കുക. ഞാൻ വിചാരിച്ചു ഒന്ന് കുക്കറിലിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഇതിൽ പിടിച്ച് ഇറച്ചിയൊക്കെ വെന്ത് വരും. അപ്പോൾ അതുകൊണ്ടിട്ട് കുക്കറിലോട്ട് നമ്മളിതെല്ലാം കൂടി ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓവൻ്റെ അകത്ത് പ്രീഹീറ്റ് ചെയ്ത ഓവൻ്റെ അകത്ത് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുക. ചിക്കൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. കൊടുത്തിട്ട് ഓവനൊന്ന് സെറ്റ് ചെയ്ത് അടച്ച് വെച്ച് കൊടുത്ത് ഞാനിവിടെ ടൈമിങ് വെച്ചിരിക്കുന്നത് 40 മിനിറ്റാണ്. 40 മിനിറ്റ് ടൈമിങ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ചിക്കൻ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുക, റെഡിയായോ നമുക്കൊരു ക്യൂരിയോസിറ്റി കാണുമല്ലോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പം നല്ലതായിട്ട് വെന്ത് നമുക്കിതെടുക്കാം. നല്ല ചൂടായതുകൊണ്ട് എനിക്കിത് നല്ലപോലെ പിടിക്കാനും അറിയത്തില്ല. അപ്പം എങ്ങനെയൊക്കെയോ എടുക്കുന്നുണ്ട് പുറത്തോട്ട്. നല്ല ചൂടാണ്. എന്തായാലും നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും സാധനം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ല മണം വരുന്നുണ്ട്. അത് പിടിക്കാൻ നോക്കി എൻ്റെ കയ്യും പൊള്ളി. അപ്പോൾ പിന്നെ ബാക്കിയൊന്നും നമ്മൾ ആ കുക്കറിൽ വേവിച്ച മസാല ബാക്കിയൊന്നുമില്ല. അത് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് വറ്റിച്ച് നല്ല പോലെ വറ്റിച്ചെടുക്കാം. കാരണം നമ്മൾ മസാല ഷവായി അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ വറ്റിച്ച് ഇത്രേ ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത ചിക്കനും കൂടെ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണേ. എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫൈനൽ റിസൾട്ട് ഇതാ.